Be happy, not because everything is good, but because you can see good in everything. Let's welcome to another episode of Let's Talk with Annie. This is Alina. ഫസ്റ്റ് ഓഫ് ഓൾ ഇനി എപ്പിസോഡ് ആയിട്ട് വന്നിരിക്കുന്നത് 2025 ഞാൻ തിരിച്ചറിഞ്ഞ കുറച്ച് തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട്, കാരണം ഞാൻ ഒരു സെൽഫ് എക്സ്പ്ലോറേഷനിലായിരുന്നു. എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും എന്റെ ചുറ്റുമുള്ളവരെ കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ബ്രേക്കിലായിരുന്നു ഞാൻ. സോ ഫൈനലി ഞാൻ ഇവിടെ തിരിച്ചു വന്നേക്കുവാണ്. അപ്പം ഈ ഒരു നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വർഷത്തെ കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഫേസസ് ഓഫ് പീപ്പിൾ. നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും ഒരു പോയിന്റ് കഴിഞ്ഞാണ് പലരുടെയും മുഖങ്ങൾ, ഭാവങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ പലതും മനസ്സിലാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ വർഷമാണ് ഞാൻ പലതും മനസ്സിലാക്കിയിരുന്നത്. എനിക്ക് കുറെ വേണ്ടപ്പെട്ടവർ, ഞാൻ കുറെ സ്നേഹിച്ചെന്നവർ, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു കുറെ പേർ, അവർ എനിക്ക് ആരുമല്ലായിരുന്നു, അവർക്ക് ഞാൻ ഒന്നുമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടതാവാം, പക്ഷെ അതിന് കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, കുറെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു, എന്നെ തന്നെ ഒന്ന് റീതിങ്ക് ചെയ്ത ദിവസങ്ങൾ, ഞാൻ കരഞ്ഞ ദിവസങ്ങൾ, എന്നെ ഹേർട്ടായ ദിവസങ്ങൾ, അങ്ങനെ കുറെ. എനിക്ക് ഈ 2025 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് എന്റെ ബോർഡ്സ് എക്സാം ടൈം ആയിരുന്നു. സോ എന്നെ വിശ്വസിച്ചിരുന്ന കുറെ പേർ, ഞാൻ വിശ്വസിച്ചിരുന്ന കുറെ പേർ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു, എന്റെ കഴിവിൽ വിശ്വസിച്ചില്ലായിരുന്നു എന്നെ ഞാൻ ബോധ്യപ്പെട്ട കുറച്ച് ദിവസങ്ങൾ എന്റെ ലൈഫിലുണ്ടായിരുന്നു. സോ അവരൊക്കെ വിചാരിച്ചു, അവരെന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, എന്നെ കൊണ്ട് പറ്റില്ല മോളെ, അങ്ങനെ നീ വിട്ടോ, നിനക്ക് ഈ പരിപാടി നടക്കത്തില്ല, നീ പഠിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല എന്ന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്റെ അടുത്ത് വന്ന് പറഞ്ഞവരുണ്ട്. ആദ്യമൊക്കെ ഞാൻ ശരിക്കും ഡിസപ്പോയിന്റഡ് ആയി. കാരണം എനിക്ക് കിട്ടത്തില്ല എന്ന് സ്വയം തോന്നിക്കാൻ തുടങ്ങി. കാരണം ഞാൻ അവരെ അത്രത്തോളം വിശ്വസിച്ചിരുന്നു. ഞാൻ എഴുതിയ പരീക്ഷയോ ഞാൻ പഠിച്ചതോ എല്ലാ ഒരു നിമിഷം ഞാൻ മറന്നു. ഞാൻ ശരിക്കും വിശ്വസിച്ചിരുന്നു എനിക്കൊരു 60% കിട്ടത്തുള്ളൂ എന്ന്. ബ്ലൈൻഡ്ലി ഞാൻ വിശ്വസിച്ചിരുന്നു. എന്റെ ഹാർഡ് വർക്ക്, എവറിത്തിങ് എല്ലാം ഞാൻ പോയി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു റിഗ്രറ്റ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞവരെ ഞാൻ അത്രയും വിശ്വസിച്ചിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ശരിക്കും അവരെയൊന്നും കണ്ടിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് റിസൾട്ട് വന്ന അന്നേ ഒരു ദിവസം എനിക്ക് വന്നൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് കാലത്ത് കാണുവാണെന്ന് എനിക്കറിയില്ല. അനീന യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് എന്നായിരുന്നു ആ മെസ്സേജ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബാക്കി എല്ലാവരും എന്നോട് ജസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കൺഗ്രാറ്റ്സ് പറഞ്ഞു തരാം. പക്ഷെ ആ ഒരു കുട്ടി എന്റെ അടുത്ത് പറഞ്ഞു യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. ആൾ എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടോ ഒന്നുമല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, സംസാരിച്ചിട്ടുണ്ട്, എന്നെ പഠിത്തത്തിൽ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മെസ്സേജ് എന്റെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നത് അവരൊക്കെ കണ്ടിരുന്നു എന്നൊരു ഫീല്. കുറെ പേര് അങ്ങനെ എന്റെ അടുത്ത് സംസാരിച്ചവരുണ്ട് ആ രീതിയിൽ. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ എന്റെ ഹൃദയത്തോടും അത്ര അടുത്ത് വെച്ചിരുന്ന പലരും കാണാണ്ട് പോയ എന്റെ എഫേർട്സ് കണ്ടവരുണ്ടല്ലോ എന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരത്രത്തോളം എന്നെ വാല്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, എന്റെ പ്രസൻസ് അവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എന്ന്. ഞാൻ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച കുറെ പേര് മനസ്സിലാക്കാത്തത് അവർ മനസ്സിലാക്കി. ആൻഡ് അബൌട്ട് എന്നോട് പറഞ്ഞു, സയൻസ് എടുത്ത് പോ, നഴ്സിംഗ് പഠിച്ചാൽ ജോലി കിട്ടും, ഒരുപാട് പഠിച്ചിറക്കൊന്നും നിനക്ക് പറ്റില്ല എന്ന്. ലൈക്ക് ദിസ് മൂമെന്റ് ഐ ടേക്ക് ടു താങ്ക് ടു മൈ പാരന്റ്സ്. കാരണം അവരെങ്കിലും വിശ്വസിച്ചു
എനിക്ക് കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു. എനിക്ക് കിട്ടി. എനിക്ക് സയൻസ് എനിക്ക് ഇഷ്ടമുള്ള സ്ട്രീം തന്നെ വിടാം, എനിക്ക് ഇഷ്ടമുള്ളതിനെ പഠിപ്പിക്കാം എന്ന് അവര് എനിക്ക് വേണ്ടി എന്റെ ഒപ്പം നിന്നു. അങ്ങനെ ഇന്ന് കുറെ പേരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് ടു ദം. കാരണം ഈ റിയലൈസേഷൻസിന്റെ ഇടയ്ക്ക് പല ചോദ്യങ്ങളും എന്റെ നേരെ വന്നു. എന്നെ പറ്റിയോ എന്റെ മാതാപിതാക്കളെ പറ്റിയോ എനിക്ക് ഉത്തരം കൊടുക്കാത്ത പല ചോദ്യങ്ങൾ. അത് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. കാരണം അവരിൽ നിന്ന് ആ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അത്രമാത്രം അവരെ വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. അവരെന്റെ ഒരു പാർട്ടായിരുന്നു. സോ അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ ആൾക്കാരെ കാണുന്ന രീതിയും അവര് നമ്മളെ കാണുന്ന രീതിയിലും നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് ഇതൊക്കെയായിരുന്നു എന്റെ റിയലൈസേഷൻ. പക്ഷെ ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം സോ താങ്ക്ഫുൾ ടു ദം. അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷൻസിനോട്. കാരണം അതെന്നെ കൂടുതൽ സ്ട്രോങ് ആക്കി, ബോൾഡ് ആക്കി. എന്നെ പലരും യൂസ് ചെയ്തിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അവരുടെ അടുത്ത് എനിക്കൊന്ന് ബോൾഡ് ആവാൻ പറ്റി, ഒന്ന് എതിർക്കാൻ പറ്റി. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ ഞാൻ പഠിച്ചു. എനിക്കൊരു പ്രയോറിറ്റി കൊടുക്കാൻ എന്റെ സെൽഫിന്. കാരണം ഏത് അപ്സിൽ വന്നാലും ഏത് ഡൗൺസിൽ വന്നാലും എന്റെ കൂടെ ഞാൻ ഒരാളെ കണ്ടുള്ളൂ, അത് എന്നെ മാത്രമാണ്. എന്റെ സങ്കടത്തിലും എന്റെ ഹാർഡ് വർക്കിലും എന്റെ സക്സസിലും എല്ലാം എന്റെ കൂടെ നിന്ന് ഒരാള് ഞാനാണ്. കോമൺലി ഉണ്ടായിരുന്നു, എന്റെ ഫാമിലി ഉണ്ടായിരുന്നു, എന്റെ പേരൻസ് ഉണ്ടായിരുന്നു, സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്ന നിമിഷം എന്റെ കൂടെ ഞാനും അഫ്കോഴ്സ് ദൈവം ഉണ്ടായിരുന്നു. സോ അപ്പൊ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഇതായിരുന്നു 2025 എന്നെ പഠിച്ച കാര്യങ്ങൾ, എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ. So I'm so thankful and I'm so grateful and proud of you myself. This year Alina work is super good. So I'm so happy for me. And 2025 എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മെന്റൽ സഫറിങ്സ് ഉണ്ടായിട്ടുണ്ട്, ഫിസിക്കൽ സഫറിങ്സ് ഉണ്ടായിട്ടുണ്ട്. But still I'm grateful and looking forward to 2026. അത് എനിക്കും നിങ്ങൾക്കും മനോഹരമായിട്ടുള്ള വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും പുതുവത്സരാശംസകൾ. ഒരു ഹാപ്പി ന്യൂ ഇയർ. And then this is Anina Varghese signing off with great gratitude and joy.